നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPD കുറിച്ചാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CP മുരളിയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ശ്വാസകോശത്തെ ബാധിക്കുന്ന അത്യന്തം ഗുരുതരമായ അസുഖങ്ങളിൽ ഒന്നാണല്ലോ ഈ COPD എന്ന് പറയുന്നത്. അപ്പം ഈ COPD യെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയണം. അതിനു മുമ്പ് തന്നെ എന്താണ് COPD എന്ന അസുഖം? വളരെ നല്ലൊരു ചോദ്യം. COPD എന്നുള്ള അസുഖം മുതിർന്ന ആൾക്കാരെ പ്രധാനമായും ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പുകവലിക്കാരിലാണ്. പുകവലി കൊണ്ട് മാത്രമാണ് ഒരു ബഹുഭൂരിപക്ഷം COPD അസുഖങ്ങളും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ തുടർച്ചയായുള്ള ചുമ, വിട്ടുമാറാത്ത ചുമ, അതുപോലെ തന്നെ കിതപ്പ്, ശ്വാസം മുട്ട് എന്നിവയാണ്. ഇത് ആസ്മ, സാധാരണഗതിയിൽ ശ്വാസം മുട്ട് എന്ന് പറയുമ്പോൾ ആസ്മ എന്നാണല്ലോ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒരു കാരണവശാലും നോർമൽ അവസ്ഥയിലേക്ക് വരാതെ വളരെ പതുക്കെ ഇത് കൂടുതലായി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ആരോഗ്യ വ്യവസ്ഥകളെയും ബാധിച്ച് നമ്മളൊരു നിത്യരോഗിയാക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് COPD എന്നുള്ളത്. ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, അതായത് നമുക്ക് നടക്കുക അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ജോലികൾ ചെയ്യുക എന്നുള്ളവ പോലും സാധിക്കാത്ത വിധം നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയെ കുറയ്ക്കുന്ന ഒരു അസുഖമാണ് COPD എന്നുള്ളത്. ഡോക്ടർ, വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ COPD നമുക്ക് എത്രത്തോളം അപകടകരമാണ്? അതിപ്പം ശ്വാസകോശത്തെ തകരാറിലാക്കുന്നത് എങ്ങനെയാണ്? മരണസാധ്യതയൊക്കെ ഉണ്ടോ ഈ COPD ബാധിച്ചാൽ? തീർച്ചയായും. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്തിൽ മരണകാരണമായേക്കാവുന്ന അസുഖങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനമാണ്. അതായത് ആദ്യ സ്ഥാനങ്ങളിൽ വരുന്നത് അപകട മരണങ്ങളും അതുപോലെ ഹൃദ്രോഗവുമാണെങ്കിൽ 3-ാമത്തെ സ്ഥാനമാണ് COPD എന്നുള്ള അസുഖം കൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും മരണകാരണമായേക്കാവുന്ന ഒരു അസുഖമാണ്. മാത്രം അതിനേക്കാൾ ഉപരി ഒരാളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ, അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ്, വളരെ പതുക്കെ കുറഞ്ഞ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥയിലും കൂടി എത്താൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് COPD. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ മരണകാരണമായേക്കാവുന്ന ഒരു ആകുന്നതോടൊപ്പം തന്നെ രോഗാതുരത സൃഷ്ടിക്കുന്ന ഒരു അസുഖം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ജോലികൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവർക്ക് ധനനഷ്ടവും അതുപോലെ തന്നെ വീണ്ടും ആശുപത്രികളെ സന്ദർശിക്കുകയും ചിലപ്പോൾ അവിടെ പ്രവേശിക്കപ്പെടുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ധനനഷ്ടവും അവരുടെ വ്യക്തിജീവിതം മാത്രമല്ല അവരുടെ മൊത്തത്തിലുള്ള ഫാമിലി, കുടുംബത്തിന്റെ ആരോഗ്യം തന്നെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു അസുഖമാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. എത്രത്തോളം അപകടകരമാണ് ഈ ഒരു അസുഖം എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ വേറെ കാര്യമാണ്, നമുക്ക് എത്രത്തോളം തടയാൻ സാധിക്കും? ഈ COPD കൊണ്ടിപ്പം ജീവിതം അവസാനം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സാഹചര്യത്തിൽ നമുക്കിതിനെ നിയന്ത്രിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? COPD എന്നുള്ള അസുഖം മുൻകാലങ്ങളിൽ പല സബ് ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നിരുന്നു. അതായത് ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എംഫസിമ മുതലായ അസുഖങ്ങളായി. പക്ഷേ ഇവയുടെ ചികിത്സകളെല്ലാം തന്നെ ഏകദേശം ഒരുപോലെ തന്നെ ആയതിനാലും ഇത് ഒരുമിച്ച് ഒറ്റ പേരിൽ COPD എന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. തത്തുല്യമായ ഒരു മലയാളം വാക്ക് എനിക്ക് തിരഞ്ഞിട്ട് ലഭ്യമായില്ല. അപ്പോൾ COPD എന്നുള്ള അസുഖം മൂലം ഉണ്ടാകുന്ന COPD എന്നുള്ള അസുഖത്തിന്റെ നിർവചനം തന്നെ പറയുന്നത് ഇതൊരു തടയാൻ സാധിക്കാവുന്ന ഒരു അസുഖമാണെന്ന്. പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പുകവലിയാണ് ഇതുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പുകവലി ചെറുപ്പത്തിലെ നിർത്താൻ കഴിയുകയാണെങ്കിൽ ഒരു വലിയ അളവ് വരെ COPD നമുക്ക് തടയാനായിട്ട്, COPD ഉണ്ടാകുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കും. എന്നിരുന്നാലും മറ്റു കാരണങ്ങൾ, അതായത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണം, നമ്മുടെ ജോലി സ്ഥലത്തുള്ള മലിനീകരണം, അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതും കൂടുതൽ നമ്മൾ കാണാതെ പോകുന്നതുമായിട്ടുള്ളത് നമ്മുടെ അടുക്കളയിൽ
ഉപയോഗിക്കുന്ന വിറകും അല്ലെങ്കിൽ മറ്റ് ചകിരി മുതലായ വസ്തുക്കളിൽ നിന്നുണ്ടാവുന്ന പുക, ഇത് കൂടുതലും സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ സ്ത്രീകളിലും ഇതുപോലുള്ള COPD അസുഖങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം, വീടിനകത്തും പുറത്തുമുള്ള അന്തരീക്ഷ മലിനീകരണം, അതുപോലെ തന്നെ നമ്മുടെ ജനിതകമായ ചില പ്രത്യേകതകളും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിച്ചേക്കാം, എല്ലാ പുകവലിക്കാരിലും COPD ഉണ്ടാകുന്നില്ലല്ലോ. തീർച്ചയായും എല്ലാ പുകവലിക്കാരിലും ഉണ്ടാകുന്നില്ല. പക്ഷേ ജനിതകമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് ബഹുഭൂരിപക്ഷം, ഏകദേശം 35% പുകവലിക്കാരിൽ COPD എന്നുള്ള അസുഖം ഉണ്ടാവുകയും അത് മൂർച്ഛിച്ച് പിന്നീട് മറ്റ് വളരെ കഠിനമായിട്ടുള്ള COPD അസുഖത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്, നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് പുകവലി ഉപേക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ അത് സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടത്. കാരണം സ്കൂളുകളിൽ, അതായത് മുതിർന്ന സ്കൂളുകളിൽ, ഹൈസ്കൂൾ, സെക്കൻഡറി സ്കൂൾ എന്നീ തലങ്ങളിലാണ് ഒരു വ്യക്തി പുകവലി തുടങ്ങാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. അതുകൊണ്ട് ആ പ്രായത്തിൽ തന്നെ പുകവലിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ COPD എന്നുള്ള അസുഖത്തിന്റെ വ്യാപനം നമ്മുടെ സമൂഹത്തിൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് ആ പേര് പോലെ തന്നെ ആ അസുഖത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകർ ചേരുന്നുണ്ട് ചാലക്കുടിയിൽ നിന്നും. വിലാസിനിയാണ്. വിലാസിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ. എനിക്ക് ലെൻസിലെ അലർജി എന്നാ പറഞ്ഞത്. അപ്പൊ ഈ തുമ്മലാണ് എനിക്കധികം. ഗുളിക കഴിക്കുന്നുണ്ട്. ഗുളിക കഴിച്ച് ഗുളിക കഴിക്കാറ് കൊണ്ട് എനിക്ക് തുമ്മല് കുറച്ച് കുറയും. പിന്നെ വല്ല സൃഷ്ടി വല്ല എന്തെങ്കിലും വരികയാണെങ്കിൽ, വല്ല മണമൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ തുമ്മി വിടും വീണ്ടും. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ലെൻസിലെ അലർജിയാണ്. കേട്ടിടത്തോളം അങ്ങേക്ക് COPD എന്നുള്ള അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് അലർജി മൂലമുള്ള തോതിലുള്ള ആസ്മയോ അതുപോലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഈ COPD എന്നുള്ള അസുഖമാകാനുള്ള യാതൊരു സാധ്യതയും ഉള്ളതായി തോന്നുന്നില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ COPD അസുഖം ആർക്കൊക്കെയാണ് ഉണ്ടാവാൻ കൂടുതൽ സാധ്യത? അതായത് എങ്ങനെയാണ് ഇതിന്റെ രോഗനിർണയം എന്ന് പറയുന്നത്? COPD എപ്പോഴാണ് നമ്മൾ സംശയിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വളരെ പതുക്കെ പതുക്കെ തുടങ്ങുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് അത് തുടങ്ങിയോ ഇല്ലയോ എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു സ്ഥിതിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും കിതപ്പ് അനുഭവപ്പെടും. അതുപോലെ തന്നെയുള്ള മറ്റൊരു രോഗലക്ഷണമാണ് ചുമ, വിട്ടുമാറാത്ത ചുമ. അത് കഫം ഉള്ളതോ കഫം ഇല്ലാത്തതോ ആയിട്ടുള്ള ചുമ ഉണ്ടായേക്കാം. അപ്പോൾ നമുക്കറിയാം, ചുമ തുടർച്ചയായിട്ടുണ്ടാവുകയാണെങ്കിൽ മറ്റു പല അസുഖങ്ങളും അതിന് കൂടെ വരാം. എന്നിരുന്നാലും അതെല്ലാം നാം പരിശോധിച്ച് അതല്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് COPD ആകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ COPD എന്നുള്ള അസുഖം കൃത്യമായിട്ട് രോഗനിർണയം നടത്തുന്നത് നമ്മൾ സ്പൈറോമീറ്റർ എന്നുള്ള ഒരു ഉപകരണത്തിന്റെ സഹായത്താലാണ്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ശ്വാസകോശത്തിന്റെ ശ്വാസം പുറത്തേക്ക് വിടാനുള്ള നമ്മുടെ ശക്തി അല്ലെങ്കിൽ കഴിവ് പരിശോധിക്കാവുന്നതാണ്. ആ പരിശോധനയിൽ ശ്വാസകോശത്തിന്റെ എത്ര ശതമാനം വായു ആദ്യത്തെ സെക്കൻഡിൽ പുറത്തുവിടാനുള്ള കഴിവ്, അത് വളരെ കുറഞ്ഞു പോവുകയാണ് COPD രോഗികൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് സ്പൈറോമീറ്റർ എന്നുള്ള ഒരു ഉപകരണമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുമൂലം നമുക്ക് ഇത് COPD ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായും ഒരു രോഗലക്ഷണങ്ങളുള്ള ഒരു രോഗിക്ക് മറ്റസുഖങ്ങളൊന്നുമില്ല എന്നുള്ള മറ്റു ടെസ്റ്റുകളും പരിശോധനകളും കൊണ്ട് മനസ്സിലാക്കിയാൽ സ്പൈറോമെട്രി എന്ന ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് രോഗം സ്ഥിരീകരിക്കാവുന്നതാണ്.
ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പാലക്കാട് നിന്നും സിദ്ദിഖാണ്. സിദ്ദിഖ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാർ. പറഞ്ഞോ. ഹലോ 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 സിദ്ദിഖ്, പറയൂ. സാർ, ഞാൻ ഒരു 67 വയസ്സായിട്ടുള്ള ഒരാളാണ്. എനിക്ക് കോവിഡ് വന്നിരുന്നു. ഓക്കെ. കോവിഡ് വന്നതിന് ശേഷം ഞാൻ കുറച്ച് നല്ലോണം അവശനായി. സാർ പറയും, കോഴിക്കോട് കോവിഡ് വന്നതിന് ശേഷം അത് മാറി. ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ട്, കൂടുതൽ സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ ഇത്തിരി ഭാരമുള്ള ജോലി ചെയ്യാനോ വയ്യ. നെഞ്ഞ് അങ്ങനെ അടക്കണ മാതിരിയാ ലങ്സിന്റെ അവിടെ. മനസ്സിലായി. അങ്ങയുടെ ഈ ലക്ഷണങ്ങൾ മറ്റു പല അസുഖങ്ങളിലെ കൂടി ഭാഗമായി ഉണ്ടായേക്കാം. അതുകൊണ്ട് വിശദമായി അങ്ങയെ ഒരു പരിശോധന ആവശ്യമുള്ള ഒരു ലക്ഷണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, COPD മാത്രമല്ല മറ്റ് അസുഖങ്ങളും ഇതുപോലെ തന്നെ വരാം. അപ്പോൾ മറ്റസുഖങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങ് അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകളെല്ലാം നടത്തി രോഗം നിർണയം കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ചെയ്യേണ്ടത്. ശരി ഡോക്ടർ, പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഇപ്പം ലക്ഷണങ്ങൾ, അങ്ങനെ മറ്റ് ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഇതിന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ശ്വാസമുട്ട് അല്ലെങ്കിൽ കിതപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും മനസ്സിൽ ആദ്യം വരുന്നത് ആസ്മയാണ്. നേരത്തെ ഒരു പ്രേക്ഷക ചോദിച്ചിരുന്നു. ആസ്മ സാധാരണഗതിയിൽ ചെറിയ പ്രായത്തിൽ, അതായത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ആണ് സാധാരണ ആസ്മ തുടങ്ങുക. അതേസമയം COPD എന്നുള്ള അസുഖം തുടങ്ങുന്നത് ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 40 വയസ്സിന് ശേഷം മാത്രമാണ് COPD എന്നുള്ള അസുഖത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ. അതുപോലെ തന്നെ ആസ്മ ഒരു പ്രധാന അസുഖം, ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖമാണെന്നിരിക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം. ചില സമയങ്ങളിൽ ആസ്മ ശ്വാസമുട്ട് കൂടുതലായിട്ടുണ്ടാവുകയും അത് ചികിത്സിക്കാതെ തന്നെത്താനെ മാറി നോർമലായി വരുന്ന ഒരവസ്ഥയാണ് തുടക്കത്തിൽ ഉണ്ടാവുക. അതേസമയം COPD എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് അത് കൂടാൻ സാധ്യതയുണ്ട്. ഈ കൂടുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ്. എന്നിരുന്നാലും കൂടിക്കഴിഞ്ഞതിന് ശേഷം അത് നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും താഴേക്ക് പോകില്ല. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത അത് ഓരോ പ്രാവശ്യം കൂടുന്നതോടുകൂടി അത് കുറഞ്ഞു വരും. നമ്മുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്ന ഒരു പ്രക്രിയ കൂടി അതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ആസ്മയും COPDയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. മറ്റുള്ള ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ പതുക്കെ തന്നെ മുന്നേറുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ ഇത് അസുഖമുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടാവും. അതായത് വളരെ ചെറിയ തരത്തിലുള്ള ലക്ഷണങ്ങൾ മാത്രമേ കാണിക്കൂ. അത് സാധാരണഗതിയിൽ അത് പ്രായത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ ഒരുപക്ഷെ കണക്കാക്കിയേക്കാം. യഥാർത്ഥത്തിൽ പ്രായത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ലക്ഷണം ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള കിതപ്പ് മുന്നേറി സമയം കഴിയും തോറും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ കിതപ്പിലേക്കും അത് നമുക്ക് ഒരു 10 അടി നടക്കാനുള്ള കിതപ്പിലേക്കും എത്തിയേക്കാം. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. ഈ രോഗലക്ഷണങ്ങളോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് COPD എന്നുള്ള അസുഖത്തിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റ് അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് COPDയുടെ കൂടെ തന്നെ വരുന്നതാണ് നമുക്കറിയാം പുകവലി കൊണ്ടുണ്ടാവുന്ന മറ്റ് അസുഖങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദ്രോഗമാണ്. നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഹൃദ്രോഗങ്ങളുടെ സാധ്യത വർദ്ധിക്കുകയാണ് പുകവലിക്കാർക്കിടയിൽ. അതുകൊണ്ട് തന്നെ COPD എന്ന അസുഖത്തോടൊപ്പം തന്നെ മറ്റസുഖങ്ങൾ കൂടി വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ, ആ രോഗിയുടെ മൊത്തത്തിലുള്ള ജീവിത പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. COPD മാത്രമല്ല, അതോടൊപ്പം തന്നെ ഡയബറ്റീസ്, പ്രമേഹം, അതുപോലെ രക്താതിസമ്മർദ്ദം, ഇതോടൊപ്പം തന്നെ സംഭവിക്കുന്നതാണ് ശരീരം ശോഷിച്ചു പോകാൻ, ശരീരത്തിലെ മസിലുകളുടെ അളവ് കുറയുക, അതുപോലെ എല്ലുകളുടെ ബലക്ഷയം ഉണ്ടാവുക. ഇതെല്ലാം തന്നെ COPDയുമായി ബന്ധപ്പെട്ട മറ്റസുഖങ്ങളാണ്.
ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് വളരെ പതുക്കെ ശരീരത്തിൽ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ ഇത് മനസ്സിനെയും ബാധിക്കും. അകാരണമായിട്ടുള്ള ഉത്കണ്ഠ വരിക, അതുപോലെ തന്നെ ഡിപ്രഷൻ അസുഖം, ഇതെല്ലാം തന്നെ ഇതിനോട് കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ COPD എന്നുള്ളത് ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് നമ്മൾ ആരും കാണരുത്. അത് ശരീരത്തിന്റെ എല്ലാ കലകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ള പല അസുഖങ്ങളും അതിനോടൊപ്പം തന്നെ വരികയും, അപ്പോൾ അതെ മറ്റുള്ള അസുഖങ്ങളൊക്കെ തന്നെയാണ് ഈ COPD എന്ന അസുഖത്തിന്റെ തീവ്രത കൂട്ടുന്നത്. അപ്പോൾ COPD ഉള്ള ഒരു രോഗിക്ക് മറ്റസുഖങ്ങൾ കൂടി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ ഒരു പ്രേക്ഷകർ ചേരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും അംബികയാണ്. അംബിക, ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, ഞാൻ അംബിക വേലൻ. സർ, എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മകൾ വന്നിട്ട് ഷീസ് എ ബിടെക് സ്റ്റുഡന്റ്, 22 years ആണ്. അപ്പൊ ലാസ്റ്റ് 1 year അവൾക്കൊരു അയൺ ഡെഫിഷ്യൻസിയും പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ നോർമലായി. ഇപ്പം ലാസ്റ്റ് മന്ത് ദാറ്റ് മീൻസ് ജാനുവരി ലാസ്റ്റ് വീക്ക് അവൾക്കൊരു ഭയങ്കര ചുമ വന്നിട്ട് അത് കുറച്ച് കുറഞ്ഞെങ്കിലും രാത്രി നേരത്താണ് നല്ല ചുമയായിരുന്നു. കഫം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. സോ ഞങ്ങളൊരു ജനറൽ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം പൾമണോളജി ഡോക്ടർക്ക് എഴുതി. അങ്ങനെ അവിടെ പോയി ലങ്സ് കപ്പാസിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 2 ആണ് വന്നിരിക്കുന്നത്, കപ്പാസിറ്റി 2 ഇരിക്കുന്നത്. സോ മെഡിസിന്റെ ആവശ്യമില്ല. 1 month ബ്രോങ്കൈൽ ഇതിന്റെ പ്രശ്നമാണ്, 1 month ഇൻഹലേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നൗ ഷീ ഈസ് ഫോളോയിങ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ പൾമണറി ഡിസീസ് ഓർ സംതിങ് വി ആർ ടു അഫ്രൈഡ് ഓഫ് ദിസ് ബിക്കോസ് ഷീ ഈസ് ഗ്രോയിങ് ചൈൽഡ് നോ. സോ അതിനാൽ ഭയങ്കര വറീഡാണ്. അപ്പോൾ ഇതിന്റെ സിംറ്റം ആയിരിക്കാം, ഇത് ആസ്മയുടേതാണോ എന്തോ ഒന്നും അറിയില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായി. കേട്ടെടുത്തോളം അത് ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഡോക്ടർ ഏതായാലും മരുന്ന് തന്നിട്ടുണ്ട്, അത് കൃത്യമായി ചെയ്യുക. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മാത്രം മതിയാവും. ഇത് COPD എന്നുള്ള അസുഖമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ COPD ഉള്ള ഒരാളെ, രോഗബാധയുള്ള ഒരാളെ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടാൽ അവർക്ക് ഈ അസുഖമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായും. സാധാരണഗതിയിൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ COPD എന്നുള്ള അസുഖം വരുമ്പോൾ അവർ നടക്കുന്ന സമയത്ത് കിതപ്പ് അവരുടെ മുഖത്ത് തന്നെ അറിയാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവർ കൂടുതൽ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കുറച്ച് സ്പീഡിൽ നടക്കുമ്പോൾ അവരിങ്ങനെ ഊതുന്ന രീതിയിൽ നടക്കുന്നതറിയാം. അതായത് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അത് കൂടുതൽ അവർക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ അവരുടെ ശരീരപ്രകൃതി സാധാരണഗതിയിൽ 2 രീതിയിൽ വരാം. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് സാധാരണമായിട്ട് അവരുടെ ശരീരം മെലിഞ്ഞിരിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, COPD എന്നുള്ള അസുഖം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കലകളെയും ബാധിക്കുന്നു. അതുപോലെ തന്നെ മസിൽ ശോഷണം, പേശികളുടെ ശോഷണം സംഭവിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു അപ്പിയറൻസും നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു നിരപ്പായ സ്ഥലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് കിതപ്പുണ്ടാകില്ല. പക്ഷേ വളരെ പതുക്കെ ചെറിയ കയറ്റങ്ങൾ കയറുമ്പോൾ പോലും കിതപ്പ് അനുഭവപ്പെടും. മറ്റു പല ആൾക്കാർ പറയുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, കടയിൽ നിന്നും ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ ഉള്ള ഒരു സഞ്ചി, സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള സഞ്ചി കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് കിതപ്പ് അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള പരാതികളാണ് രോഗികളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നിർത്താത്ത ചുമ, വിട്ടുമാറാത്ത ചുമ. മിക്കവാറും ചുമകൾ കഫത്തോട് കൂടിയതായേക്കാം. സാധാരണഗതിയിൽ അതിനെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നാണ് പറയുക. പക്ഷേ കഫമൊന്നും ഇല്ല. ഡോക്ടർ, വ്യക്തമാണ്. ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ചാലക്കുടിയിൽ നിന്നും ഔസേപ്പാണ്. ഔസേപ്പ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എന്റെ പേര് ഔസേപ്പാണ്. ഞാനൊരു COPD പേഷ്യന്റ് ആണ്. അതോടൊപ്പം എന്റെ അയോട്ടയിൽ എനിക്കൊരു 6 സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട് സർ. അത് ഈ അയോട്ട ബൾജായി.
ഉവ്വ് ഉവ്വ് അപ്പൊ അത് ഞാൻ എറണാകുളം ലിസി ഹോസ്പിറ്റലാണ് ഇട്ടിരുന്നത്. ലിജേഷ് കുമാർ സാറാണ് അത് ഇട്ടിരിക്കുന്നത്. ഉവ്വ് അതോടൊപ്പം ഈ ഉവ്വ് COPD കൂടി വന്നപ്പോ എനിക്ക് എന്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒട്ടും ഒരു അടി നടക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്. ഈ പ്രഷർ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഈ അയോട്ടയിൽ ബഡ്ജ് ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പൊ BP-ക്ക് ഞാൻ 6 ഗുളിക കഴിക്കുന്നുണ്ട് സാർ. രാവിലെ ഉവ്വ് ടെൽമിസാർട്ടൻ 40 1, സിലിനി 10 1, മറ്റേ മിനിപ്രസ് XL 2.5 1. അത് രാവിലെ അതേ ഗുളികൾ വൈകിട്ടും കഴിക്കുന്നുണ്ട് സാർ. ഉവ്വ് പക്ഷെ എങ്കിട്ടും BP അങ്ങോട്ട് ശരിയായ കൺട്രോളിൽ വരുന്നുമില്ല. ഷുഗർ ഉണ്ട്. അപ്പൊ ഷുഗറിന്റെ മെഡിസിൻ വേറെ എടുക്കുന്നുണ്ട്. രാവിലെ ഭക്ഷണത്തിന് മുന്നേ ഗ്ലിബ്രൈഡ് ഒരു 5 കഴിക്കുന്നു. മെറ്റോഫോം 500 രാവിലെ ഒന്ന് കഴിക്കുന്നു, വൈകിട്ടൊന്ന് കഴിക്കുന്നു. അപ്പൊ അങ്ങനെ 2-3 തരം അസുഖങ്ങളാണ്. സംസാരിക്കാൻ പോലും പറ്റില്ല, ഒരു സ്ഥലത്തേക്ക് നടക്കാനും പറ്റില്ല സാർ. ഉവ്വ് ഉവ്വ് ഇപ്പൊ സാറിനോട് സംസാരിച്ചപ്പോ തന്നെ ഇതിന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ പറയുകയായിരുന്നു, COPD എന്നുള്ളത് ഒരു ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും അതിൻ്റെ കൂടെ തന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം എല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടാകാം. അങ്ങേക്ക് ഇപ്പോൾ അയോർട്ട എന്ന പ്രധാന രക്തക്കുഴലിന്റെ ഒരു തകരാറ് കൂടി അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും അതിനുള്ള പ്രതിവിധികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ COPD എന്നുള്ള അസുഖത്തിന്റെ ചികിത്സ എടുക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രക്തസമ്മർദ്ദത്തിന്റെയും അതുപോലെ തന്നെ പ്രമേഹത്തിന്റെയും മരുന്നുകൾ ചെയ്ത് അത് കൃത്യമായ അളവിൽ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെയാണ് ചെറിയ തോതിൽ നമ്മൾ കിതപ്പ് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും അതിനുള്ളിൽ നിന്നുകൊണ്ട് പതുക്കെ വീടിനുള്ളിൽ തന്നെ നടക്കുക എന്നുള്ളത് നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ട് റെസ്റ്റ് ഇതിനൊരു പരിഹാരമല്ല. വിശ്രമം ഈ അസുഖത്തിനൊരു പരിഹാരമല്ല. ഒരുപക്ഷെ മറ്റു പല അസുഖങ്ങൾക്കും റെസ്റ്റ് അല്ലെങ്കിൽ വിശ്രമം വളരെ പ്രധാനമായി പറയാമെങ്കിലും പക്ഷേ COPD എന്നുള്ള അസുഖം ഉണ്ടായാൽ അത് റെസ്റ്റ് അല്ല, അല്ലെങ്കിൽ വിശ്രമമല്ല അതിന്റെ പ്രധാന ചികിത്സാ മാർഗം. ചെറിയ തോതിൽ നാം വ്യായാമം ചെയ്യുക എന്നുള്ളതുകൊണ്ട് വലിയ ജിമ്മിൽ പോയുള്ള വ്യായാമമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കാതെ ചെറിയ തോതിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള വ്യായാമം ആദ്യം ചെയ്യുക. അതിനുശേഷം പതുക്കെ അതിന്റെ അളവ് കൂട്ടി വരിക. നമുക്ക് കിതപ്പുണ്ടാകും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏത് പ്രവൃത്തി ചെയ്താൽ കിതപ്പുണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിന് തൊട്ടു മുൻപുള്ള സ്പീഡിൽ നടക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ ഇൻഹീലർ എടുക്കുന്നുണ്ട്, നെബുലൈസ് ചെയ്യുന്നുണ്ട് സാർ. ഉവ്വ് ഇൻഹേലർ മരുന്നുകളെല്ലാം തന്നെ ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ഇൻഹേലർ മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിക്കണം. അതിൽ വളരെ നല്ല ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഡോക്ടർ പ്രേക്ഷകനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ നമ്മൾ ഇടയ്ക്കിടെ ആശുപത്രിയിൽ വരേണ്ട അസുഖമുള്ളവർ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരും? ഇപ്പം വീട്ടിൽ ഓക്സിജൻ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടാകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് പ്രായോഗികമാണോ? കാരണം ഇപ്പം ഏതൊക്കെ തരത്തിൽ ഇത് സാധ്യമാകും എന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് ഇപ്പോൾ ആകാംക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കണം. അതെ, COPD എന്നുള്ളൊരു അസുഖം ഇടയ്ക്കിടയ്ക്ക് അധികരിക്കാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ എക്സാസർബേഷൻ എന്നാണ് പറയുക. അതിന്റെ പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ആണ്, അതായത് അണുബാധകളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാന കാരണം വൈറസ് മൂലമുള്ള അണുബാധയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് COPD അസുഖമുള്ള ആൾക്കാർ ജനക്കൂട്ടങ്ങൾക്കിടയിലൂടെയോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മാസ്ക് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും പ്രധാനമായും ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ശ്വാസമുട്ട് കൂടുകയും ചുമ കൂടുകയും മൊത്തത്തിൽ ഓക്സിജന്റെ അളവ് രക്തത്തിൽ കുറഞ്ഞു ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകും. ഇത് തുടർച്ചയായിട്ട് രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന രീതിയിൽ വരികയാണെങ്കിൽ വീട്ടിൽ തന്നെ ഓക്സിജൻ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുന്നതാണ് ആരോഗ്യക്ക് ഏറ്റവും നല്ലത്. ഓക്സിജൻ വെക്കുന്നതിന് സാധാരണ സിലിണ്ടറിൽ വരുന്ന ഓക്സിജൻ നമുക്കറിയാം, ഒരു ആശുപത്രികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും സിലിണ്ടറിൽ നിന്ന് വരുന്ന ഓക്സിജൻ. അതുപോലെ തന്നെ ഇപ്പോൾ യന്ത്രങ്ങളിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്ന യന്ത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ യന്ത്രങ്ങൾ വൈദ്യുതി മൂലം പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാണ്.
യന്ത്രത്തിന് ഏകദേശം ഒരു 40 മുതൽ 50,000 രൂപ വരെ വില വരാവുന്ന ഒരു യന്ത്രമാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും അത് പ്രാപ്യമാവുമോ എന്നുള്ളത് സംശയമാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റികൾ, അതായത് നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, പാലിയേറ്റീവ് കെയർ നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ ഇത് അവിടെ ഈ യന്ത്രം ഉണ്ടാവുകയാണെങ്കിൽ അത് രോഗികൾക്ക് അവർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ യന്ത്രം ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം വൈദ്യുതി ചാർജ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 25% വരെ വൈദ്യുതി ബില്ല് കുറച്ചു കൊടുക്കുന്ന ഒരു സഹായവും ഇത്തരത്തിലുള്ള രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ അസുഖത്തിന് വ്യായാമം ഫലപ്രദമാണോ? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസുഖത്തിന്റെ ഭാഗമായി മസിലുകൾ അതുപോലെ തന്നെ എല്ലുകൾ ക്ഷയിക്കുന്ന ഒരു അവസ്ഥ രൂപപ്പെടും. ഇതിന്റെ പ്രധാന കാരണം രോഗിക്ക് അധികം നടക്കാൻ കഴിയാത്തത് കൊണ്ട് റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ കൂടിയുണ്ട്. അതിനാൽ രോഗിയുടെ പേശികളുടെ ബലം തിരിച്ചു ലഭിക്കുന്നതിനായി കൃത്യമായിട്ട് വ്യായാമം, അത് നടത്തം ആകുകയും ആകാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള ഭാരം. ഈ ഭാരം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ മിനറൽ വാട്ടർ ബോട്ടിൽ 1 ലിറ്ററാണ് സാധാരണ കിട്ടുന്നത്. അതിൻ്റെ പകുതി വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് 1/2 കിലോ വരും. അത് സാധാരണഗതിയിൽ കയ്യിൽ എങ്ങനെ എടുത്തിട്ട് നമ്മുടെ തോളിലെ മസിലുകളെ നമ്മൾ പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടിയിട്ട് അത് ഉയർത്തുക എന്നുള്ള ഏറ്റവും ചെറിയ അളവിലുള്ള വ്യായാമങ്ങളാണ് തുടക്കത്തിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രധാനമാണ് കാലുകളിലെ പേശികളുടെ ബലം കൂട്ടുന്നതിനുള്ള വ്യായാമവും. ഇത്തരത്തിലുള്ള പേശികളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കഴിവ് കൂട്ടുന്നതോടുകൂടി മാത്രമാണ് ഈ കിതപ്പ് എന്നുള്ള അവസ്ഥയുടെ ഇത് ചെറിയ തോതിലെങ്കിലും കുറവ് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് വിശ്രമം വളരെ നിർബന്ധമാണ്. ഡോക്ടർ എക്സർസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള അവസരത്തിൽ മാത്രമേ വിശ്രമം പാടുള്ളൂ. അതല്ലെങ്കിൽ COPD അസുഖമുള്ള എല്ലാ ആൾക്കാരും എക്സർസൈസ് ചെയ്യണം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അഥവാ COPD യെക്കുറിച്ചാണ് ഹലോ ഡോക്ടറോട് ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പമുണ്ടായിരുന്നത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ CP മുരളിയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.